എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടൈറ്റിലും തംബ്നെയിലൊക്കെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ കിച്ചൺ റിനോവേഷൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മളെ പഴയ കിച്ചണാണ് കേട്ടോ. ഞാൻ മുന്നേ നമ്മളെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള കിച്ചണാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ കിച്ചൺ. അപ്പോൾ അത് പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ ക്ലിപ്പ് ഇട്ടെന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ നമ്മളൊന്ന് ചായ മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നിങ്ങൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന കിച്ചൺ തന്നെയാണിത്. ഇതിൻ്റെ ടൈലൊക്കെ നമ്മളൊന്ന് മാറ്റി ഇതിനെ കുട്ടപ്പനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കിച്ചൺ ശരിക്കും കണ്ടല്ലോ. ഇനി നമുക്ക് പണി തുടങ്ങാം. ഇത് നമ്മുടെ കിച്ചൺ റിനോവേഷൻ തുടങ്ങുന്ന ആ സ്റ്റാർട്ടിംഗ് ഡേ എടുത്ത ഒരു ക്ലിപ്പാണ് കേട്ടോ. ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അത് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഒന്ന് ആഡ് ചെയ്തു എന്ന് മാത്രം. കിച്ചൺ പണിക്കാർ വരുന്ന അന്ന് തന്നെ ഞാനും അമ്മയും കൂടെ കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടൈലൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ ടൈലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ഇടുക. അതാണ് നമ്മുടെ ഉദ്ദേശം. മുന്നേ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് ഫ്രീ ആക്കി ഇട്ട് കൊടുക്കട്ടെ. അവരിപ്പം പണിക്കായിട്ട് എത്തും. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈൽ എന്ന് പറയുന്നത് നമ്മൾ ഈ വീട് കെട്ടുമ്പം തന്നെയുള്ള ടൈലാണ് കേട്ടോ. അപ്പോൾ ഇത് വൃത്തികേടായോ എന്ന് ചോദിച്ചാൽ വൃത്തികേടൊന്നും ആയിട്ടൊന്നുമില്ല. പക്ഷേ ബ്ലാക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് നീറ്റ് ആവുമല്ലോ. പിന്നെ നമ്മുടെ വർക്ക് ഏരിയയിൽ ഓൾറെഡി ബ്ലാക്ക് ആണ്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിനോട് മാച്ചിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് പീസായിട്ടുള്ള ടൈലാണ്. അപ്പോൾ അത്രയും വർഷം പഴക്കമുള്ളതുകൊണ്ട് ആ ഗ്യാപ്പ് ടൈലിൻ്റെ ആ ഗ്യാപ്പിനടക്കൊക്കെ ഇങ്ങനെ അഴുക്ക് നിൽക്കുമ്പോൾ ആ ഒരു കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെ നീറ്റായിട്ട് കിടക്കുന്നില്ല. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഇതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് മാറ്റാൻ തീരുമാനിച്ചത്. നമ്മുടെ കിച്ചൺ പണി തുടങ്ങി 2 ദിവസത്തിന് ശേഷമാണ് ഈ സ്റ്റേജിലേക്ക് എത്തിച്ചത്. ഇവർ രണ്ടുപേരായിരുന്നു കേട്ടോ നമ്മളെ പണി കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തത്. അപ്പോൾ അവർ കറക്റ്റ് സൈസിൽ ഇതൊക്കെ ഗ്രാനൈറ്റൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഉരുട്ടി വെച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചു. അതുപോലെ തന്നെ അടുപ്പിൻ്റെ അടുത്തുള്ള ആ ഒരു ടൈലും കൂടെ നമ്മൾ മാറ്റുന്നുണ്ട്. അതും ഒക്കെ അവർ കുത്തി പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഫസ്റ്റ് സ്റ്റേജിൽ ഇവർക്കുള്ള പണി എന്ന് പറയുന്നത് ഇതാണ്. ബാക്കിയൊക്കെ നമ്മൾ സ്വന്തം അങ്ങനെ കുറച്ച് മേക്ക് ഓവറൊക്കെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 2, 3, 4 ദിവസത്തെ പണി ഉണ്ടായിരുന്നു ഇവർക്ക് ഇതൊക്കെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ദിവസങ്ങൾ കൊണ്ട് ഇതവർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് തന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. വർക്ക് ഏരിയയിൽ കണ്ടില്ലേ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഗ്രാനൈറ്റിൻ്റെ പീസ് നമ്മുടെ കിച്ചണിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ വർക്ക് ഏരിയ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പൊളിച്ചിട്ട് ഇതൊക്കെ ടൈലൊക്കെ മാറ്റിയതാണ്. അതുപോലെ ഒന്ന് അടുക്കളയിലേക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇപ്പം നമ്മുടെ കിച്ചൺ ഉള്ളത്. എന്താ ചെയ്തതെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ടൈലില്ലേ അത് മാറ്റി ഈ കൗണ്ടർ ടോപ്പിലുള്ള ടൈൽസ് മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കി. 2 സൈഡിലും ഇതുപോലെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഇവിടെ വാഷ് ബേസ് ഉള്ളത് കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ബോർഡറും കൂടെ വെച്ചിട്ടുണ്ട്. വെള്ളം പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡ് മാത്രം ഒരു ബോർഡർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ അടുപ്പിന്റെ അവിടെയും മുന്നേ വൈറ്റ് ടൈലായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് ഗ്രാനൈറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ് തന്നെ ആക്കിയിട്ടുണ്ട്. എല്ലായിടത്തും ഗ്രാനൈറ്റ് ആക്കി. അതാണ് ഇപ്പോൾ ചെയ്ത പണി എന്ന് പറഞ്ഞാല്. അപ്പൊ അടുപ്പ് അന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറെ ആൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അടുപ്പ് എന്നാ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒഴിവാക്കി കൂടെ അവിടെ പ്ലെയിൻ ആക്കി എന്തെങ്കിലും സ്റ്റോർ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ല ഐഡിയ ആണ്. പക്ഷെ അടുപ്പ് മുഴുവനായിട്ട് അങ്ങനെ ഒഴിവാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. നമുക്ക് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നില്ല, എന്നാലും കുറച്ച് എപ്പോഴെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ, ഭാവിയിൽ എപ്പോഴെങ്കിലും വേണമെങ്കിൽ. അതുകൊണ്ട് അത് ഒഴിവാക്കണ്ടെന്ന് വെച്ചു. അപ്പൊ അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പൊ ഇതാണ് ഇപ്പൊ ചെയ്ത പണി. നമ്മളിപ്പോ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഓൾറെഡി ഉണ്ടായ ടൈല് കുത്തി പൊട്ടിക്കാണ്ട് അതിന്റെ മേളിൽ തന്നെ ഒട്ടിക്കുകയും ചെയ്തത്. ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബോർഡർ ഉണ്ടല്ലോ അത് നമ്മള് പഴയ ടൈൽ തന്നെ ഉണ്ട് അത്രേ. ബോർഡർ ഇത് വെക്കണമെങ്കിൽ അത് കുത്തി പൊട്ടിച്ച് കളഞ്ഞിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊരു എക്സ്ട്രാ പണിയോ ആണ്. ഇതെല്ലാം വേസ്റ്റ് പൊടി അങ്ങനെ കുറെ ശല്യം ഉണ്ടാവും. അതുകൊണ്ട് അത് അതുപോലെ തന്നെ വെക്കുക ചെയ്ത് അവര് മാറ്റിയിട്ടില്ല. ഇത് മാത്രം ബ്ലാക്ക് ആക്കിയിട്ടുള്ളൂ. പക്ഷെ അപ്പൊ അതൊരു കാണുമ്പോൾ ഒരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ ഉണ്ട്. ഇത് പഴയ ബോർഡർ ഫുള്ള് 2 സൈഡിലും പഴയ പോലെ തന്നെ ഉണ്ട് അത്രയല്ലേ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരു നമ്മളെ ടൈലിന് ഒട്ടിക്കുന്ന സ്റ്റിക്കർ ഉണ്ടല്ലോ, വാളിനെല്ലാം ഒട്ടിക്കുന്ന സ്റ്റിക്കർ, അപ്പൊ അത് വാങ്ങിച്ച് ബ്ലാക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുത്താൽ ആ ഒരു ഫിനിഷിങ് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഈ സ്റ്റിക്കർ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതാ പക്കാ ഗ്രാനൈറ്റിന്റെ ആ മോഡൽ കിട്ടിയിട്ടില്ല. ഇതൊരു വൈറ്റ് ഡിസൈൻ വരുന്നതാണ്. എന്നാലും ചെറിയ പീസ് എടുത്ത് ഒട്ടിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാണ്ട് ഭംഗി ഉണ്ടാവും എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചിട്ട് ഇവിടെ എല്ലാം ഒട്ടിക്കണം.
അപ്പൊ ഇനി ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം നമ്മൾ ഒട്ടിക്കാണ്. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് നമ്മുടെ കിച്ചണിൽ പ്ലേസ് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ ഭയങ്കര ഒരു മേക്ക് ഓവർ ഒന്നും ഇല്ല, ചെറുതായിട്ട് രീതിയിൽ ഒന്ന് മാറ്റുന്നതെന്ന് മാത്രം, ബാക്കിയെല്ലാം പഴയ പോലെ തന്നെയാണ്. അപ്പോൾ ഞാനും ഏട്ടനും കൂടെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ രണ്ടാളും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ പണി ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഈ കലാപരമായ കാര്യങ്ങളിലൊന്നും വലിയ ഐഡിയ ഇല്ല കേട്ടോ. കലാപരമായ കാര്യം എന്ന് ഉദ്ദേശിക്കുന്നത് പാട്ടും ഡാൻസും അങ്ങനത്തെയല്ല, ഇങ്ങനത്തെ ചിത്രം കട്ട് ചെയ്യൽ, ഷേപ്പിൽ മുറിക്കൽ, അതൊന്നും എനിക്ക് തീരെ ലെവലേശം ബോധമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊക്കെ ഏട്ടനെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. അളവെടുത്ത് കട്ട് ചെയ്യുന്നതെല്ലാം ഏട്ടൻ ആകുമ്പോൾ അത് അടിപൊളിയായിട്ട് ചെയ്തോളൂ. അതുകൊണ്ടാണ് ഏട്ടനെയും കൂട്ടുപിടിച്ചിട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിക്കർ വരുന്നത്. നമ്മൾ ഏകദേശം നമ്മുടെ ഗ്രാനൈറ്റിന് കുറച്ചെങ്കിലും ഒരു മാച്ചിങ് ആയിട്ട് നോക്കിയിട്ട് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അത് നിവർത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത്രയും വലിപ്പത്തിലുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് വേണ്ടുന്ന മെഷർമെൻറ്റിൽ വരച്ച് മുറിച്ചെടുത്ത ശേഷം ഒട്ടിക്കണം. അതാണ് പ്ലാനിങ്. നമ്മൾ സ്റ്റിക്കർ വാങ്ങിക്കുന്നതിന് മുമ്പേ ജസ്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ട്. അതിന് എത്ര വേണം എന്നുള്ളത്, എത്ര റോള് മേടിക്കണം എന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മെഷർമെൻറ്റ് വെച്ചിട്ട് ഇത് വരച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. കറക്റ്റായിട്ട് വേണമല്ലോ, കുറച്ച് അധികം ആയിക്കഴിഞ്ഞാൽ താഴേക്ക് പോവും, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് കറക്റ്റ് എടുത്തതിന് ശേഷം കട്ട് ചെയ്യണം. നമ്മളങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരച്ച ശേഷം കട്ട് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ കത്തി വെച്ചിട്ട് മുറിക്കാൻ വേണ്ടിയിട്ട് നോക്കി, പിന്നെ കത്രിക വെച്ചിട്ട് കുറച്ചും കൂടി ഈസിയാണെന്ന് തോന്നിയപ്പോൾ പിന്നെ കത്രിക വെച്ചിട്ട് അങ്ങനെ മുറിക്കുകയാണ് ചെയ്തത്. കോൺസെൻട്രേഷൻ കളയല്ലേ, ആയുധം വെച്ചിലെ കളിയാണ്, കോൺസെൻട്രേഷൻ കളയല്ലേ. ഇതെന്തിനാ അറിയാം ഏട്ടൻ എന്നെ കൊണ്ട് മുറിപ്പിക്കുന്നത്? അഥവാ എന്തെങ്കിലും പറ്റിയാ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എന്തെങ്കിലും വിടാവാ കാത്തുകയെന്ന് കുറ്റം പറയാൻ വേണ്ടിട്ട്. കണക്കിലെല്ലാം അറിയില്ലേ, അതുകൊണ്ടാണ്. ഇതും കണക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതെല്ലാം ഒരു കലയാണ്, അതെനക്ക് തീരില്ല. അപ്പോൾ നമ്മളിതാ ഈ സൈഡിന്റെ മെഷർമെന്റ് എടുത്തിട്ട് ഈ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഒട്ടിക്കണം, അതാണ് അടുത്ത ദൗത്യം. ആ ഫുൾ ലെങ്ത്തിൽ നമുക്ക് വേണ്ടുന്ന വിഡ്ത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇവിടെ ഒട്ടിക്കാം. ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വരുമ്പം തന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സർഫസ് വെച്ചിട്ട് ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ അതവിടെ നീറ്റായിട്ട് അങ്ങനെ കിടന്നോളും. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ പശ എന്ന് പറയുന്നത് നല്ല കട്ടിക്കുള്ള പശയാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പോയാൽ പിന്നെ അത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ബദാം എടുത്ത് നിന്നതാണ്. ക്യാമറ ഓണായി എന്നുള്ള കാര്യം ഞാൻ ഓർത്തിട്ടില്ല. പിന്നെ ഞാൻ ഏട്ടനോട് ചോദിച്ചാൽ ക്യാമറ ഓണാണെന്നുള്ളത്. നമ്മൾ വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ബദാമിൻ്റെ ബോക്സ് ആ ഷോക്കേസിൽ നിന്ന് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അത് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം. ഒരാൾ പറിച്ചിട്ട് ഇങ്ങനെ പറിക്കും തോറും വേറൊരാൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചുരച്ച് കൊടുത്താൽ മതി. അപ്പോൾ നീറ്റായിട്ട് അങ്ങനെ ഒട്ടിക്കോളും. നമ്മളിതാ ഫസ്റ്റ് കട്ട് ചെയ്ത് ആ പീസ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെയുണ്ട്. ഇനി അതുപോലെ ബാക്കിയും കൂടെ ഒട്ടിക്കണം. പ്ലെയിൻ ബ്ലാക്ക് കിട്ടിയാൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുമായിരുന്നു. പക്ഷെ പ്ലെയിൻ ബ്ലാക്ക് കിട്ടിയില്ല ഓൺലൈനായിട്ട്. ഫുൾ ഒട്ടിക്കുമ്പോൾ ഭംഗി ഉണ്ടാവുമായിരിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ വേണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കളയാലോ. അപ്പോൾ ഇതാ ഇത്ര പോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ നോക്കാം. അങ്ങനെ സക്സസ്ഫുള്ളി ഒരു സൈഡ് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, ഒന്നല്ലേ കാണുമ്പോ, ദൂരത്ത് കാണുമ്പോ നല്ല രസമുണ്ട്. കുഴപ്പമില്ലല്ലോ. ഇങ്ങനെയുള്ള ടൈൽ ഉണ്ടാവലുണ്ടല്ലോ, സാധാരണ ഇങ്ങനത്തെ ടൈൽ ഉണ്ടല്ലോ, വലിയ കുഴപ്പമില്ല. തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. ഡിസൈൻ കുറച്ചധികമായി, ഈ വൈറ്റ് കളർ കുറച്ചുകൂടെ അധികമായി. നമ്മൾ ഓൺലൈൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണേ. അപ്പൊ അതിൽ കാണുമ്പോൾ ഇത്ര കളർ ഉണ്ടായിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, ആ ഒരു ഡിസൈൻ വന്നതുകൊണ്ട് ഒപ്പിക്കാം. ഇനി ഇതുപോലെ ഈ സൈഡിൽ കൂടെ ഇപ്പൊ നമ്മൾ എക്സ്പേർട്ട് ആയിട്ടാ സ്പീഡിൽ ഒട്ടിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇനി നമുക്ക് അടുത്ത സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ബ്ലാക്ക് ആക്കിട്ട് നോക്ക്. ഇത് നോക്ക്, ഇപ്പുറം നോക്ക്. എന്താ എവിടെ ബ്ലാക്ക് ആക്കിയത്? എവിടെ ആക്കണ്ടേ? ഇവിടെ ആക്കണാ? ആടെ ആക്കിയത് നോക്കിയാട്ടെ, നിച്ച് തൊട്ട് നോക്കിയാൻ പോയിട്ട്.
തൊട്ട് നോക്ക് ബ്ലാക്ക്. ഇഷ്ടായിനാ? സൂപ്പറാ സൂപ്പറാ പറ. അമ്മ നോക്കി സൂപ്പറാ പറ. ശരിക്കും പറടാ. ഇനിയിപ്പോൾ അടുത്തൊരു ചെറിയ പണിയും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ മാറ്റില്ലേ, ഈ പുല്ല് പോലെയുള്ള സാധനം, അത് ഓൾറെഡി ഒന്ന് നമ്മുടെ കയ്യിലുള്ളതാണ്, ഒന്നിപ്പം എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു കഷ്ണം കട്ട് ചെയ്തിട്ട് നമുക്ക് അടുക്കളയിൽ ജനലിൻ്റെ ആ സൈഡിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇട്ടാൽ നല്ല നീറ്റായിരിക്കും. ഞാൻ പണ്ട് ചില്ലി ഫ്ലേക്സ് ബൈ ഇന്ദു എന്ന് പറയുന്ന ഒരു ചാനലുണ്ടല്ലോ, ഇന്ദു എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇന്ദുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിനി. അപ്പോൾ പെട്ടെന്ന് ഞാൻ നമ്മളെ കിച്ചണും ബ്ലാക്ക് ആക്കിയപ്പോൾ എനിക്കത് ഓർമ്മ വന്നു, അങ്ങനെ ചെയ്യാമല്ലോ നമുക്കൊന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ആണ് കേട്ടോ ഇത് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിതാ ഈ സൈഡും ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതാ. അപ്പൊ നമ്മൾ ഒട്ടിക്കല് കംപ്ലീറ്റ് ആയി. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾ നേരത്തെ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. ഇതും നമ്മൾ ആമസോണിൽ തന്നെ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ ഇവിടെ വെച്ച് കൊടുക്കാനാ ഉദ്ദേശിക്കുന്നത്. ആഹാ കറക്റ്റ് രസല്ലേ? ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്, ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് കൊടുത്തു. ഞാൻ പിന്നെ ഒരു മണി പ്ലാന്റും കൂടെ മണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് എനിക്ക് മണിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആണെങ്കിൽ ഇതിപ്പോ തൽക്കാലത്തേക്ക് ഏട്ടൻ്റെ ഓഫീസിൽ നിന്ന് തട്ടിയെടുത്തതാണ്. ഒരു പ്ലാന്റ് ഇങ്ങനെ ഒരു പോട്ടിലാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അത് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്ലാന്റ് വെറുതെ ഒന്ന് വെച്ച് കൊടുക്കാന്നും കൂടെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് പ്ലാൻ. ഒന്ന് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു. അമ്മ പറഞ്ഞിട്ടേ പുല്ലിടുന്ന് കണ്ടാ. ഓക്കെ, അപ്പൊ നമ്മളിതാ കിച്ചണില് ഇതുപോലെ നീറ്റ് ആയിട്ട് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ഫുഡ് ഐറ്റംസ് ഇവിടെ കൊണ്ടുപോവേ. അപ്പൊ എപ്പോഴും ഇതുപോലെ ക്ലീൻ ആയിട്ടല്ല ഉണ്ടാവുക. കുക്ക് ചെയ്തത് അപ്പുറത്ത് കുക്ക് ചെയ്യാം വർക്ക് ഏരിയന്ന്, അത് ഇവിടെ കൊണ്ടുപോകും. അപ്പൊ ഇപ്പൊ ജസ്റ്റ് ഇതാ ഇവിടെ പ്ലെയിൻ ആയിട്ട് തന്നെ ഇവിടെ കുറച്ച് ഫുഡ് കുക്ക് ചെയ്തത് മാത്രം വെക്കുവേ. ഈ സൈഡില് വേറെ ഒന്നുമില്ല. നമ്മള് ഫുഡ് ഡെയിലി കഴിക്കേണ്ട പ്ലേറ്റ്സ് ഇതാ പ്ലേറ്റ്സ് ഉണ്ട്, പിന്നെ ഒരു ഇൻഡക്ഷൻ സ്റ്റൗ ഉണ്ട്, പിന്നെ എയർ ഫ്രയർ, മിക്സി. ഇത്ര മാത്രമാണ് ഈ സൈഡിലുള്ളത്. പിന്നെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, ഒരു വലിയ അജാന് ബാഹു ടേബിൾ. ഈ ടേബിൾ ഇവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ നല്ല സ്ഥലം കിട്ടും. പക്ഷെ നമുക്കിത് മാറ്റാൻ സ്ഥലമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. നമുക്ക് വേറെ എവിടെ വെച്ചാലും കൺജസ്റ്റഡ് ആവും. പുറത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ വേഗം മോശമാവും ചെയ്യല്ലോ. നല്ല ടേബിളാണ് മരത്തിന്റെ. പണ്ട് ഡൈനിങ് ടേബിൾ ഉപയോഗിച്ചതാണ്. അവിടെ ഡൈനിങ് റൂമിൽ വേറെ ടേബിൾ മേടിച്ചപ്പോ ഇത് ഇങ്ങോട്ട് മാറ്റിയതാണ്. നമ്മൾ അത്യാവശ്യം ഇവിടെ 2 കസേര ഇട്ടിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കലുണ്ട്. പിന്നെ പച്ചക്കറി മുറിക്കാനും ഓണത്തിന്റെ സമയത്തൊക്കെ എല്ലാരും കൂടി ഇരുന്ന് അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വലിയ ആവശ്യമില്ല. പക്ഷെ ഇത് മാറ്റാൻ വേറെ സ്ഥലമില്ല. അവിടെ തൽക്കാലം അത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ചിരവ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ അടുപ്പിന്റെ സ്ഥലം അവിടെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ. ഇതെല്ലാം പഴയ പോലെ തന്നെ. ഇവിടെ പഴയ പോലെ തന്നെ ഗ്ലാസ് എന്താണ് നമ്മുടെ കുടിക്കേണ്ട ഗ്ലാസും അങ്ങനത്തെ കുറച്ച് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് ഇടാം. ഇതാണ് നമ്മുടെ കിച്ചൺ. വാ അമ്മ കാണിച്ചു കൊടുക്കട്ടെ. അമ്മ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളത് പറഞ്ഞപ്പോ അടിപൊളിയായിരുന്നു. വെള്ളം ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ടൈൽസ് ഇട്ട പോലെ തന്നെ ഇല്ലേ ശരിക്കും? നല്ലുണ്ട്. പച്ച പുല്ലും നല്ലില്ലേ? തൽക്കാലം അവിടെ ഒരു ചെടി, ഇത് പ്ലാസ്റ്റിക് ആണ് വെച്ചിട്ടുണ്ട്. ആ മൂലക്കത് ചെടി വെച്ചിട്ടുണ്ട്. അവിടെ വേറെ ശരിക്കും ഒറിജിനൽ മണി പ്ലാന്റ് ഇല്ലേ, ഇൻഡോർ പ്ലാന്റ്, അത് ഒരു കുഞ്ഞു പോട്ടിലാക്കിട്ട് അങ്ങനെ വെക്കണം. പിന്നെ അത് മണിക്കണം അത്ര.
പക്ഷെ അന്ന് മോള് ബ്ലാക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത്രയും പ്രതീക്ഷയില്ല. ഇപ്പൊ ടൈം ഇട്ട പോലെ തന്നെ ഇത് നല്ല പച്ച, ഇത് നല്ലോണം ഒട്ടി, എനിക്ക് പറയൊന്നുമില്ല. കുറെ കാലത്തേക്ക് സേഫ് ആണ്. പറയുമ്പോ വേണമെങ്കിൽ ജസ്റ്റ് ആദ്യം ഓരോ തോന്നുന്ന വെള്ള പ്രിന്റ് ഉള്ളതുകൊണ്ടാ ഭംഗി ഉണ്ട്. പറയൂല, ഞാൻ പറഞ്ഞ പോലെ തിരിച്ചു പറയുന്നത്. ഓടിക്കളിക്കാൻ ഫിനിഷിംഗ് ആയിട്ടുണ്ട് അല്ലേ? പക്ഷെ നമുക്ക് വെള്ളി ഉള്ളതാ നമ്മളെ ഭംഗി. അതെ അതെ, ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടല്ലോ കേട്ടാ. ഇപ്പൊ നോക്കുമ്പോ വള്ളി ആ ഡിസൈൻ ഉള്ളത് കൊണ്ട് ഭംഗിയുണ്ട്. പ്ലെയിൻ ബ്ലാക്കിനെക്കാളും വള്ളി ഉള്ളത് കൊണ്ട് ഭംഗിയുണ്ട് ഇപ്പൊ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് പറയണേ, കമന്റ് ചെയ്യണേ. അതിന് മോള് പറഞ്ഞില്ല ബ്ലാക്ക് ഉണ്ടോന്നേ, ഞാൻ ഇങ്ങനെ പ്രതീക്ഷയില്ല. ഇവിടെ പ്ലെയിൻ ആയിട്ട് മറ്റേ ടൈൽ ഉണ്ടാവുമ്പോ നമുക്ക് സങ്കടമായിരുന്നു. അപ്പൊ ഇങ്ങനെ ആക്കും. അപ്പൊ അമ്മക്ക് ഈ ഇങ്ങനത്തെ സാധനം അറിയുന്നുണ്ടായില്ല. ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങി ഒട്ടിച്ചു തന്നെ. എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഒട്ടിച്ച. ഇത് ഒട്ടിച്ചാ നമുക്ക് തീരെ മനസ്സിലാവില്ല കേട്ടാ. എങ്ങനെ കൈകൊണ്ടാക്കി സൂപ്പർ. എങ്ങനെയുണ്ട്? നല്ല സ്റ്റൈലിൽ തന്നല്ലേ ഇതാരും ഒട്ടിച്ചിട്ട് നെച്ചുണ്ടച്ചനാ എപ്പോ ഒട്ടിച്ചേ? അത് അച്ചാച്ചനോടൊന്നും പറയാതിരുന്ന രസമുണ്ടാച്ചാ ശരിക്കും? നല്ല സ്റ്റൈലിൽ പുല്ല് വെച്ചിട്ട് നല്ലേ? അതുകൊണ്ട് നല്ല. ഓ അത് ഞാൻ കണ്ടില്ല കേട്ടാ. അവിടെ ചെടി ഇപ്പൊ തൽക്കാലം പ്ലാസ്റ്റിക് വെച്ചു. അവിടെ ശരിക്കും ചെടി മേടിച്ചു വെക്കും. എവിടാ? അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളൊരു കുട്ടി കിച്ചൺ മേക്ക് ഓവർ ആണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്തത്. അപ്പൊ ആദ്യം പഴയ കിച്ചണും ഈ കിച്ചണും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? വലിയ മാറ്റമൊന്നുമില്ല, എന്നാലും ഒരു നീറ്റ് ആയ പോലെ തോന്നുന്നുണ്ട് നമുക്ക്. നിങ്ങൾക്ക് എന്നാ തോന്നുന്നതെന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ സ്റ്റിക്കറിന്റെ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. ആർക്കെങ്കിലും ഞാൻ മേക്ക് ഓവറിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ കുറെ കളേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ വേണമെങ്കിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.